രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഈ കുട്ടി ഒരു തേനീച്ചക്കൂട്ടിലടിക്കാൻ തുടങ്ങി. പലതവണ ശ്രമിച്ചതിനു ശേഷം ആ കൂട് ഒടുവിൽ തകർന്ന് താഴെ നിന്നിരുന്ന ഒരു കാട്ടുപന്നിയുടെ ദേഹത്ത് വീണു. അപ്പോൾ തന്നെ അടുത്തുള്ള ഒരു കരടി വളരെ സന്തോഷത്തോടെ ആ തേൻ മുഴുവൻ നക്കി കുടിച്ചു. കരടിയോടൊപ്പം യാതൊരു ഭയവുമില്ലാതെ വളരെ സമാധാനമായാണ് മൗഗ്ലി എന്ന പയ്യൻ കാട്ടിൽ ജീവിച്ചിരുന്നത്. ഒരു ദിവസം അവർ പുഴയിൽ കളിക്കുമ്പോൾ ബഗീര എന്ന കരിമ്പുലി അവിടെയെത്തി. മൗഗ്ലി മനുഷ്യരുടെ ലോകത്തേക്ക് തിരികെ പോകണമെന്ന് ബഗീര കർശനമായി പറഞ്ഞു. എന്നാൽ താൻ സ്വന്തമായി ഉണ്ടാക്കിയ ഉപകരണങ്ങളും ശേഖരിച്ച തേനും കാണിച്ച് മൗഗ്ലി അത് നിരസിച്ചു. അന്ന് രാത്രി ഒരു കുഴിയിൽ വീണ ആനക്കുട്ടിയെ മൗഗ്ലി തന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ രക്ഷിച്ചു. ഇതുകണ്ട് കരടിക്കും ബഗീരയ്ക്കും വലിയ അത്ഭുതമായി. മൗഗ്ലിയെ മനുഷ്യരുടെ ലോകത്തേക്ക് പറഞ്ഞയക്കാൻ കരടിക്കിപ്പോൾ തീരെ താൽപ്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് ക്രൂരനായ ഒരു കടുവ മൗഗ്ലിയെ വേട്ടയാടാൻ അന്വേഷിച്ച് നടക്കുന്ന വിവരം ബഗീര അവരോട് പറയുന്നത്. മൗഗ്ലിയുടെ സുരക്ഷയ്ക്കായി അവൻ മനുഷ്യരുടെ അടുത്തേക്ക് തന്നെ പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവന് യാതൊരു സങ്കടവുമില്ലാതെ പോകാൻ കഴിയുകയുള്ളൂ എന്ന് ബഗീര പറഞ്ഞു. അതിനാൽ അവനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് അവനെ വെറുപ്പിക്കാൻ ബഗീര കരടിയോട് ആവശ്യപ്പെട്ടു. വലിയ സങ്കടത്തോടെ കരടി മൗഗ്ലിയോട് ഒരു കള്ളം പറഞ്ഞു. നമ്മൾ സുഹൃത്തുക്കളല്ല, തേനെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഉപയോഗിച്ചത്. ഈ വാക്കുകൾ കേട്ട് മൗഗ്ലിയുടെ ഹൃദയം പൂർണ്ണമായും തകർന്നുപോയി. അതിയായ വിഷമത്തോടെ അവിടെ നിന്നും ഓടിപ്പോയ അവൻ ഒരു മരത്തിനു മുകളിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചു.